ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനുഷ്യർ ഈ ലോകത്തിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് കാട്ടിക്കൂട്ടുന്നത്. ഒരിത്തിരി സമാധാനത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി എന്തെല്ലാം കാട്ടുന്നു. പക്ഷേ അവയൊന്നും സമാധാനത്തിനോ പ്രശസ്തിക്കോ കാരണമായി തീരുന്നില്ല. ഒരു കവി പറയുകയാണ്, കീർത്തിയാലെന്താ നിനക്കൂ ധന, പൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിയിടുകാത്മാവെ ആശയടക്കി എന്നാണ്. കീർത്തിയാലെന്താ നിനക്കൂ ധന, പൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്. ഇത് വളരെ പച്ച മലയാളത്തിൽ വളരെ ലളിതമായി നമുക്ക് ആലോചിച്ചാൽ തന്നെ ഇതിൻ്റെ അർത്ഥം പിടികിട്ടുന്നതാണ്. കീർത്തിയാലെന്താ, പേരും പെരുമയും കിട്ടിയിട്ട് എന്താ, ധനം ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടെന്താ, കീർത്തിയാലെന്താ നിനക്കു ധനപൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്. കുറേ രാജ്യം നമുക്ക് കൈക്കലാക്കി, അതുകൊണ്ടെന്താണ്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം. ഒരു രാജ്യം തൻ്റേതായിട്ടുണ്ടെങ്കിൽ ഒരു രാജാവിൻ്റെ മോഹം അതുകൊണ്ട് തീരുന്നില്ല. ആ രാജാവ് പിന്നെ അടുത്ത രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇതാണ് ലോകത്തിൻ്റെ പോക്ക്. അതിനാൽ ഇതൊന്നുമല്ല വാസ്തവത്തിൽ. ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാ ആർത്തിയും അതോടുകൂടി ഇല്ലാതെയാവും. കീർത്തിയാലെന്താ നിനക്കു ധനപൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിയിടുകാത്മാവ് ആശയടക്കി. ആശയടക്കിയിട്ട് ആത്മാവിനെ നിരന്തരം പാർത്താൽ, എന്നാൽ അതിനെക്കുറിച്ച് നിരന്തരം വിചാരം ചെയ്ത് ചിന്ത അതിലേക്ക് തന്നെ തിരിച്ചു വിട്ടാൽ എല്ലാ ആർത്തിയും അതോടുകൂടി ഇല്ലാതാവുന്നതാണ്. അപ്രകാരം ആർത്തി ഇല്ലാതെയായാൽ മാത്രമേ നമുക്ക് പരമസന്തുഷ്ടി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മബോധമുണ്ടായാൽ പിന്നെ ഈ ലോകത്തിലെ ഒരു വസ്തുവിനോടുമുള്ള മോഹം നമുക്കുണ്ടാവുകയില്ല. കാരണം ഇതെല്ലാം വെറും നിഴൽ മാത്രമാണ്. വെള്ളത്തിൽ കാണുന്ന സൂര്യനെ ആരെങ്കിലും കൈക്കലാക്കാൻ നോക്കുമോ? അതുപോലെ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു രത്നത്തിൻ്റെ പ്രതിച്ഛായ ആ കണ്ണാടിയിൽ കാണും. ആ കണ്ണാടിയിൽ കാണുന്ന ആ പ്രതിച്ഛായയ്ക്ക് വേണ്ടി ആരെങ്കിലും മോഹിക്കുമോ? അതുപോലെ സ്വപ്നത്തിൽ നമുക്ക് ഒരു ചാക്ക് സ്വർണം കിട്ടിയതായി നാം സ്വപ്നം കണ്ടു. നേരം വെളുക്കുമ്പോൾ നാം ആ സ്വർണം ചാക്കിൽ ഏറ്റിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുമോ? അപ്രകാരമാണ് സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കൾക്ക് സമാനമാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്ന എല്ലാം തന്നെ എന്ന് ബോധ്യമാവുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതൊക്കെ പരമസത്യമായി തോന്നുന്നു. എന്നാൽ അത് ഈ സ്ഥൂല ദേഹമുള്ളപ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടി വീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നപ്പെടുന്നതാണ്. സത്യമായി ഇവയൊന്നും നമുക്ക് സുഖത്തിനോ നമ്മുടെ ദുഃഖനിവൃത്തിക്കോ കാരണമായി ഭവിക്കുന്നില്ല. ദുഃഖമുണ്ടാവാൻ കാരണം ഇതൊക്കെ സത്യമാണെന്നും ഇതൊക്കെ എൻ്റേതാക്കണമെന്നും എൻ്റേതല്ലാത്തവ എൻ്റേതാക്കിയാൽ എനിക്ക് പൂർണ്ണത ലഭിക്കുമെന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ്. ഈ ധാരണ നീങ്ങി ആത്മാവിനെ നിരന്തരം പാർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരമമായ സുഖാനുഭൂതി നമുക്കുണ്ടാവുന്നതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള സുരക്ഷയും. കീർത്തിയാലെന്താ നിനക്കൂ ധന, പൂർത്തിയാലെന്താണ് രാജ്യത്താലെന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിയിടുകാത്മാവെ ആശയടക്കി.